ലഹരി വിരുദ്ധ ദിനം നമ്മൾ ആചരിക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ പോരാട്ടവും പ്രചാരണവും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ? കുറവില്ല എന്നുള്ളത് മാത്രമല്ല, രാസലഹരിയുടെ ഒഴുക്ക് സംസ്ഥാനത്തേക്ക് ക്രമാതീതമായി തുടരുകയാണ്. ലഹരി എന്ന വിപത്തിനെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനാകുമെന്നുള്ള ചോദ്യം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. കൊച്ചി നഗരത്തിൽ 24 മണിക്കൂറിനിടെ 2 ലഹരി കേസുകളിലായി 2 യുവാക്കളും 2 യുവതികളുമാണ് ഇന്ന് പോലീസിന് പിടിയിലായത്. യൂട്യൂബറായ റിൻസി മുംതാസും സുഹൃത്തും എറണാകുളം പള്ളിമുക്ക് ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ ലോഡ്ജിൽ നിന്നാണ് മറ്റു 2 പേർ അറസ്റ്റിലായത്. അത് 2 പേരും IT ജീവനക്കാരാണ്. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, പലയിടങ്ങളിലായി ഈ പല ഓപ്പറേഷനുകൾ തുടരുന്നുണ്ട് ഈ ലഹരി പിടിച്ചെടുക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ 24 മണിക്കൂറിനിടെ 4 പേരാണ് കൊച്ചിയിൽ അറസ്റ്റിലായത്. ഇവർ ഏതൊക്കെ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്? എങ്ങനെയാണ് കൊച്ചി നഗരത്തിൽ ഈ തരത്തിലുള്ള ഓപ്പറേഷൻ നടക്കുന്നത് ലഹരിക്കെതിരെ? ഈ 2 കേസുകളിലായി 2 വ്യത്യസ്ത കേസുകളിലായി 2 യുവാക്കളും 2 യുവതികളുമാണ് ഇന്നലെയും ഇന്നുമായിട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ഈ പാലച്ചുവട് ഫ്ളാറ്റിൽ നിന്നും യൂട്യൂബറായ റിൻസി മുംതാസിനെയും അതുപോലെ തന്നെ യാസർ അരാഫത്തിനെയും, റിൻസിയുടെ സുഹൃത്തായ യാസർ അരാഫത്തിനെയും പാലച്ചുവടുള്ള ഫ്ളാറ്റിൽ നിന്നുമാണ് തൃക്കാക്കര പോലീസ് പിടികൂടിയത്. ഈ റിൻസിയുടെ ഫ്ളാറ്റിലേക്ക് വന്ന കോഴിക്കോട് സ്വദേശിയായ യാസർ അരാഫത്തിൻ്റെ ബാഗിൽ നിന്നുമാണ് 22 ഗ്രാം MDMA. ഈ യാസർ അരാഫത്തിനെ ഫോളോ ചെയ്താണ് പോലീസ് ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നതും തുടർന്ന് നടത്തിയ പരിശോധനയിൽ യാസറിൻ്റെ ബാഗിൽ നിന്നും 22 ഗ്രാം MDMA കണ്ടെത്തുന്നതും. ഇതിനുശേഷം ഇന്ന് വൈദ്യപരിശോധനയ്ക്കെല്ലാം ശേഷം ഈ യാസറിനെയും റിൻസിയെയും കോടതിയിൽ ഹാജരാക്കിയിരുന്ന സമയത്തെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ഒരു വിനോദസഞ്ചാരത്തിന് വന്ന ലാഘവത്തോടെയാണ് യാസർ കോടതിയിലേക്ക് വരുന്നതും അവിടെ നിന്ന് ആളുകളെ കാണുന്നതും കോടതി നടപടികൾ നേരിടുന്നതും പോലീസിനോട് സംസാരിക്കുന്നതും എല്ലാം തന്നെ വളരെയേറെ ലാഘവത്തോടു കൂടിയിട്ടാണ് ഒരു കേസിനെ സമീപിക്കുന്നത് തന്നെ. ഒരു 22 ഗ്രാം MDMA പിടികൂടി തന്നെ കൊണ്ടുവന്നതാണ് എന്നുള്ള ഒരു യാതൊരുവിധ ഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത്. തീർത്തും ഒരു വിനോദസഞ്ചാരത്തിന് എത്തിയ ഒരു ലാഘവത്തോടെ അദ്ദേഹം ഈ കേസിനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു കേസ് 4 ഗ്രാം MDMAയും 30 LSD സ്റ്റാമ്പുകളുമായിട്ടാണ് ഒരു യുവാവിനെയും ഒരു യുവതിയെയും കൂടെ പിടികൂടിയത്. പള്ളിമുക്ക് ഇലക്ട്രോണിക് സ്ട്രീറ്റിലുള്ള ഒരു ലോഡ്ജിൽ നിന്നുമാണ് ഇരുവരെയും എക്സൈസിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് സംഘം പിടികൂടിയത്. ശിവജിത്ത് അതുപോലെ തന്നെ ഫരീദ ലക്ഷദ്വീപ് സ്വദേശിയാണ്. ഇരുവരെയും 4 ഗ്രാം MDMAയും അതുപോലെ തന്നെ 30 LSD സ്റ്റാമ്പോടും കൂടിയിട്ടാണ് പിടികൂടിയിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ കൊച്ചി നഗരമധ്യത്തിൽ നിന്നും 2 കേസുകളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടായത്. അതാണ് കൊച്ചിയിൽ ഇന്നുണ്ടായിരിക്കുന്ന കേസുകളുടെ വിവരങ്ങളാണ് നിതിൻ നൽകിയത്. പക്ഷേ അത് മാത്രമല്ല, തലസ്ഥാനത്തും ആറ്റിങ്ങലിൽ 1.5 കിലോയോളം MDMA ആണെന്ന് പിടികൂടിയത്. ഹോൾസെയിൽ വിൽപ്പനയിൽ 1 കോടി രൂപയും ചില്ലറ വിൽപ്പനയിൽ 3 കോടി രൂപയും വരെ കിട്ടാവുന്ന അളവിലുള്ള മയക്കുമരുന്നാണ് പിടികൂടിയതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കുടുംബത്തോടൊപ്പമാണ് പ്രതി സഞ്ജു മയക്കുമരുന്ന് കടത്തിയത്. ലഹരി വിരുദ്ധ സ്ക്വാഡാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ഗൾഫിൽ നിന്ന് മയക്കുമരുന്ന് നാട്ടിലെത്തിച്ചു വീട്ടിലേക്ക് പോവുകയായിരുന്നു പ്രതി. സഞ്ജു നേരത്തെയും ലഹരി കേസുകളിൽ പ്രതിയായിരുന്നു. കേരളത്തിലേക്കുള്ള രാസലഹരിയുടെ ഒഴുക്കിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ് ഈ കേസുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. പോലീസിന്റെ ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങിയ ശേഷം ദിനംപ്രതി 120 മുതൽ 150 പേർ വരെയാണ് അറസ്റ്റിലാകുന്നത്. പിടികൂടുന്ന ലഹരിയുടെ 80% മെത്തഫിറ്റമിനും MDMAയുമാണ്. പിടിയിലാകുന്നവരിലാകട്ടെ 80% 30 വയസ്സിൽ താഴെയുള്ള ആളുകളുമാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, സ്ഥിരമായി നിരന്തരമായി ഈ MDMA, പണ്ടൊക്കെ നാട്ടിൽ കഞ്ചാവൊക്കെയാണ് പിടികൂടിയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, MDMA ആണ് പിടിക്കുന്നത്. ഇത് വലിയ ഭീകരനാണ്. ശരീരത്തെ പൂർണ്ണമായും കാർന്നു തിന്നാൻ ശേഷിയുള്ളതാണ് MDMA. അപ്പോൾ MDMA പിടിച്ചാലുള്ള ശിക്ഷാ നടപടികൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. MDMAയുടെ അളവനുസരിച്ചാണ് കേസ് എടുക്കുക. ഈ അളവനുസരിച്ച് 3 തരത്തിലാണ് കേസ് എടുക്കുക. ഏറ്റവും കുറഞ്ഞ അളവ്, അത് ചെറിയ അളവ്, ഇടത്തരം അളവ്, വാണിജ്യ അളവ്, ഇങ്ങനെ 3 തരത്തിലാണ് ഇതിനെ തരംതിരിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര MDMA ആണോ പിടിച്ചെടുക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കി. ഇനി ചെറിയ അളവിലാണ് MDMA പിടിച്ചെടുക്കുന്നതെങ്കിൽ നോക്കൂ, അവിടെ 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ് ഈ ആൾക്ക് ചുമത്തുക. ഇനി ഇടത്തരം അളവിലാണ് പിടിച്ചെടുക്കപ്പെടുന്നതെങ്കിൽ അവിടെ 10 വർഷം തടവും ഒപ്പം തന്നെ 1 ലക്ഷം രൂപയും പിഴ ചുമത്താനുമുള്ള സാധ്യതയുണ്ട്. ആ തരത്തിലാണ് രണ്ടാമത്തെ അളവിലാണ് നമ്മൾ ഇന്ന് MDMA പിടിച്ചെടുക്കുന്നതെങ്കിൽ. ഇനി മൂന്നാമത്തത് വാണിജ്യ അളവ്, കൊമേഴ്ഷ്യലി വിൽക്കാനോ മറ്റോ ആയിട്ടാണെങ്കിൽ വാണിജ്യ അളവിൽ നമ്മളുടെ കയ്യിൽ നിന്നും MDMA പിടിച്ചെടുക്കുകയാണെങ്കിൽ 20 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഒടുക്കാനാകും. അത് 10 വർഷമാണ് ഏറ്റവും മിനിമം, 20 വർഷം മാക്സിമം എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിന്റെ അളവ് പരിശോധിക്കുമ്പോൾ, MDMAയുടെ അളവ് പരിശോധിക്കുമ്പോൾ
0.2 മുതൽ 5 ഗ്രാം വരെയാണെങ്കിൽ അത് ഇടത്തരം അളവെന്നാണ് അതിനെ സൂചിപ്പിക്കുക. അതിൽ താഴെയാണെങ്കിൽ 0.2 താഴെയാണെങ്കിൽ അതാണ് ചെറിയ അളവ്, 5 ഗ്രാമിന് മുകളിലാണെങ്കിൽ അതാണ് വലിയ അളവ്. ഈ തരത്തിലായിരിക്കും നിങ്ങൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക. അതായത് MDMA നിങ്ങൾ കയ്യിൽ കരുതുകയാണെങ്കിൽ, അത് പോലീസ് എക്സൈസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ, വീണ്ടും ഇത് ആവർത്തിക്കുന്നുവെങ്കിൽ വധശിക്ഷ വിധിക്കാൻ വരെ സാധ്യതയുള്ളതാണ് ഈ കേസ് എന്നുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ പിടിയിലാകുന്ന ആളുകളിൽ 80% 30 വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളാണ്. ഒരുപക്ഷെ MDMA ഒക്കെ പിടിക്കപ്പെടുമ്പോൾ ഇത്രമാത്രം ശിക്ഷ ലഭിക്കുന്നുണ്ടോ ആളുകൾക്ക് എന്നതിൽ നമുക്കൊക്കെയും സംശയമുണ്ടാകാം. അപ്പോൾ വലിയ കഠിന തടവിന് വരെ സാധ്യതയുള്ളതാണ് ഈ MDMA ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ, രാസലഹരികൾ കയ്യിൽ വെച്ചാൽ എന്നുള്ള കാര്യം ഓർക്കുക.